ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം രാജ്യസുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. രാജ്യത്തെ ഒരു ആഭ്യന്തര മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിവുകെട്ട നിലപാടാണെന്ന് വരെ പറയുന്നുണ്ട്. അതായത് ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തര മന്ത്രിയെ അമിത്ഷാ രാജിവെക്കണം. ചില ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഭീകരവാദത്തെ അനുകൂലിക്കുന്ന ചില ഹാൻഡിലുകളൊക്കെ തന്നെ ഈ നിലപാട് സ്വീകരിക്കുന്നു. അപ്പം രാജ്യം ഇന്ന് വരെ ഫേസ് ചെയ്യാത്ത വലിയ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന രീതിയിലാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. തൃണമൂൽ കോൺഗ്രസ് ആദ്യം തന്നെ പറഞ്ഞു അമിത്ഷാ ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തര മന്ത്രി പദം ഒഴിയണം. കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഈ സമയം നോക്കി ഭൂട്ടാൻ സന്ദർശനത്തിന് പോയി. അപ്പോൾ അമിത്ഷായ്ക്ക് ഈ മോദിയുടെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ സ്വന്തം സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി സംരക്ഷിക്കും. അതിനുശേഷം കർണാടകയിലെ 2 മന്ത്രിമാരുണ്ട്, പ്രിയങ്ക് ഖാർഗെ അതുപോലെ തന്നെ പാട്ടീൽ. ഇവർ രണ്ടുപേരും പറയുന്നത് ഈ ആഭ്യന്തരമന്ത്രി പദം അമിത്ഷാ ഒഴിയണമെന്നാണ്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അമിത്ഷാ രാജിവെക്കാത്തത്? ഇത്രയും വലിയ സുരക്ഷാ വീഴ്ചയ്ക്ക് ഉത്തരവാദി ആഭ്യന്തരമന്ത്രി തന്നെയല്ലേ? ഞങ്ങൾ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭരണകാലത്ത് ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായപ്പോൾ, രാജ്യത്തിന് നേരെ ഈ ഭീകരവാദികളുടെ കടന്നുകയറ്റം ഉണ്ടായപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി പദം രാജിവെച്ചു. ഏത് കാര്യമാണ് പറയുന്നത്? 2008 മുംബൈ ആക്രമണം നടന്നു. അതായത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ ആദ്യത്തെയും ആ സമയത്താണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. 2008 നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെച്ചു. ഇതാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 2008 അങ്ങനെ ഒരു ആക്രമണം നടന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. പലവിധ ചെറുതും വലുതുമായ ആക്രമണങ്ങൾ നടന്നെങ്കിലും 10ഓളം പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നു, താജ് ഹോട്ടലിന് നേരെ ആക്രമണം നടത്തുന്നു, മുംബൈയിലെ റെയിൽവേ സ്റ്റേഷൻ ആക്രമിക്കുന്നു. വലിയ തോതിലുള്ള ആക്രമണത്തിൽ ഏതാണ്ട് 180ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ ഒരാളെ മാത്രമാണ് നമുക്ക് ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞത്, അജ്മൽ കസബ്. ഇയാളെ പിടികൂടിയത് കൊണ്ടാണ് പാകിസ്ഥാനാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ചരട് വലിച്ചതെന്ന് പോലും നമുക്ക് തെളിയിക്കാൻ സാധിച്ചത്. ഇത്തരം ഒരു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ ഭീകരനെ പിടികൂടുകയും ഇയാളെ പിന്നീട് തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്ന് ഒരുപക്ഷെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് രാജിവെക്കണമായിരുന്നു. അതല്ലെങ്കിൽ ഈ പറയുന്ന ശിവരാജ് പാട്ടീൽ രാജിവെക്കണമായിരുന്നു. ശിവരാജ് പാട്ടീലിനെ സ്വാഭാവികമായും രാജിക്ക് കോൺഗ്രസ്സുകാർ തന്നെ നിർബന്ധിക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ ഒരു മുതിർന്ന നേതാവാണ് ഇദ്ദേഹം. ഇതിനു മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിൻ്റെ കാലത്ത് ലോക്സഭാ സ്പീക്കറായിരുന്നു ഈ ശിവരാജ് പാട്ടീൽ. പിന്നീടാണ് 2004 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുന്നു. ലാത്തൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ സോണിയാഗാന്ധി അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ഒക്കെ ഇദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിലേക്ക് എടുക്കുന്നു. സുപ്രധാനമായ ആഭ്യന്തര മന്ത്രിയുടെ ചുമതല നൽകുകയായിരുന്നു. ഈ ആഭ്യന്തര മന്ത്രിയുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാനുള്ള കഴിവ് ശരിക്കും പറഞ്ഞാൽ ശിവരാജ് പാട്ടീലിന് ഇല്ലായിരുന്നു. ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്വമാണെന്ന് അദ്ദേഹത്തിനും ശരിക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഇദ്ദേഹത്തിനെതിരെ വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. പല സ്ഫോടനങ്ങളുടെ പേരിൽ അല്ലെ പല തീവ്രവാദ ആക്രമണങ്ങളുടെ പേരിലൊക്കെ വിമർശനം ഉയർന്നു വന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശിവരാജ് പാട്ടീൽ കുറച്ച് സൗന്ദര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പുതിയ സവാരി സൂട്ടും ഒക്കെ ഇട്ട് അല്ലെ മുടിയൊക്കെ ചീകി ഒരുക്കി വന്ന് TV ക്യാമറകൾക്ക് മുമ്പിൽ ചിരിച്ച മുഖത്തോടെ വന്ന് പറയുമായിരുന്നു, ഈ തീവ്രവാദ ആക്രമണം നടത്തിയവർക്ക് ശക്തമായ തിരിച്ചടി നൽകും. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ മാധ്യമങ്ങളുടെ രൂക്ഷമായ വിമർശനത്തിന് പാത്രമായി മാറി. ഈ ശിവരാജ് പാട്ടീൽ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ആ പദവിയിൽ ഇരിക്കാൻ കൊള്ളുന്ന ആളല്ല എന്നൊക്കെ വിമർശനം ഉന്നയിച്ചു. മാത്രമല്ല അന്ന് ആ സർക്കാരിനെ പുറമേ നിന്ന് പിന്തുണച്ച ഇടത് പാർട്ടികൾക്കും ഈ ശിവരാജ് പാട്ടീലിന് അത്ര താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ പിന്നീട് മാറ്റിയിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപതി ആക്കാനുള്ള ചില ആലോചനകളൊക്കെ നടന്നിരുന്നു. ഇപ്പം ഈ ശിവരാജ് പാട്ടീലിൻ്റെ രാജിയുമായി കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്, ഈ പറയുന്ന ഡൽഹി സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അമിത്ഷാ രാജിവെക്കണം. ശരിക്കും പറഞ്ഞാൽ അമിത്ഷാ ഉൾപ്പെടെയുള്ള ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ ഏജൻസികളുടെ ശരിയായ നിലപാടുകൾ കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ ഇടപെടലുകൾ കൊണ്ടാണ് വലിയൊരു സ്ഫോടനത്തിൽ നിന്ന് വലിയൊരു ആഘാതത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യം രക്ഷപ്പെട്ടത്. ഏതാണ്ട് 2900 കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കളാണ് ഈ ഭീകരരിൽ നിന്ന് കണ്ടെടുത്തത്. ഇതിൽ കുറഞ്ഞ അളവിലുള്ള സ്ഫോടക വസ്തുക്കളുമായിട്ടാണ്
ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടർ ഈ ചെങ്കോട്ടയ്ക്ക് സമീപം വന്ന് ചാവേർ ആക്രമണം നടത്തുന്നത്? ഒരുപക്ഷെ 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നെങ്കിൽ എത്ര വലിയ ആഘാതമുണ്ടാകുമായിരുന്നു. അതൊക്കെ തന്നെ തടഞ്ഞത് ഈ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ഒക്കെ തന്നെയാണ്. എന്നിട്ടും ഈ വിമർശനവുമായിട്ട് വരുന്നവരുടെ പിന്നിൽ ഉദ്ദേശം എന്താ? അപ്പം ഇപ്പോൾ മാത്രമല്ല, മുമ്പും നിരവധി ആഭ്യന്തരമന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് മുമ്പ് ഈ ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലത്ത് 1981 മുതൽ 84 വരെയുള്ള സമയത്താണ്, അതായത് ഇന്ദിരാഗാന്ധിയുടെ അവസാന ഭരണകാലം എന്ന് പറയാം, അന്ന് ഈ സിഖ് കലാപമൊക്കെ ഉണ്ടാകുന്നു. അതായത് ഈ പറയുന്ന സുവർണ ക്ഷേത്രത്തിലെ ആക്രമണം, ജമ്മു കാശ്മീരിൽ വലിയ ആക്രമണം, ഇതിനൊക്കെ നേതൃത്വം നൽകിയവർക്കെതിരെ കർശന നിലപാടെടുത്തില്ല എന്ന് പറഞ്ഞ് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന സെയിൽ സിംഗ് അദ്ദേഹം രാജിവെച്ചൊന്നുമില്ല. മാത്രമല്ല, ഇന്ദിരാഗാന്ധി സർക്കാർ പിന്നീട് സെയിൽ സിംഗിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് നിയമിക്കുക വരെ ചെയ്തു. പിന്നീട് വന്ന നരസിംഹറാവുവിൻ്റെ സർക്കാരിൻ്റെ കാലത്തും ഇതുപോലെയുള്ള സ്ഫോടനങ്ങളുണ്ടായി. ഗോഹത്തിയിലുണ്ടായി, ജയ്പൂരിലുണ്ടായി, അതുപോലെ തന്നെ അഹമ്മദാബാദിലുണ്ടായി, ബോംബെയിലുണ്ടായി. പക്ഷേ അന്നൊന്നും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു ആഭ്യന്തരമന്ത്രിയും രാജിവെച്ചില്ല. അന്ന് ബൂട്ടാ സിംഗും ചവാനുമൊക്കെ ആഭ്യന്തരമന്ത്രി പദത്തിൽ ഇരുന്ന കാലമാണ്. ഇതിനുശേഷം BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നു. എന്ന് പറഞ്ഞാൽ വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നത് LK അദ്വാനിയാണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മന്ത്രി എന്നൊക്കെയാണ് LK അദ്വാനി അന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്തും ഇതുപോലെ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗത്തും തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് LK അദ്വാനിയും രാജിവെച്ചില്ല. പിന്നീട് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ചില സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായി. രാജീവ് ഗാന്ധിയുടെ കാലത്തും ആഭ്യന്തരമന്ത്രിമാരും രാജിവെച്ചില്ല. അപ്പോൾ ഇവിടെ ചില നരേറ്റീവുകൾ സൃഷ്ടിക്കുന്നത് എന്താണ്? അതായത് ശിവരാജ് പാട്ടീൽ രാജിവെച്ചതിന് ശേഷം വന്ന ചിദംബരം, അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രിയായത്. അന്ന് ഈ മുംബൈ ആക്രമണത്തിന് തിരിച്ചടി നൽകാനായിട്ട് തീരുമാനിച്ചിരുന്നു. പക്ഷേ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു വനിതയുടെ നിർദ്ദേശപ്രകാരം ആ തിരിച്ചടി നൽകാതെ ഒരു തീരുമാനം ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ സോണിയാഗാന്ധിയൊക്കെ എടുക്കുകയായിരുന്നു. ഇത് ഈ അടുത്ത കാലത്ത് ചിദംബരം തന്നെ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ്. ആ രീതിയിലുള്ള ഒരു തിരിച്ചടി അന്ന് നൽകിയിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ പിന്നീട് ഈ പുൽവാമ ആക്രമണം പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ചെങ്കോട്ട ആക്രമണം പോലെയോ ഒന്നിനും മുതിരുക പോലും ഇല്ലായിരുന്നു. അന്ന് അമേരിക്കയെ പേടിച്ചിട്ടോ അമേരിക്കയുടെ ഒരു പിന്തുണയ്ക്ക് വേണ്ടിയോ ഒക്കെ തന്നെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗും അന്ന് സോണിയാഗാന്ധിയും ഒക്കെ ഒരു തീരുമാനമെടുത്തു. ഒരു കാരണവശാലും പാകിസ്ഥാനെ തിരിച്ചടിക്കേണ്ട. അങ്ങനെ തിരിച്ചടിച്ചാൽ രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ചിദംബരം ഒരു കാര്യം ചെയ്തു. അതോടുകൂടി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു തുടങ്ങി. UAPA ഉൾപ്പെടെ നിലവിൽ കൊണ്ടുവന്നത് ഈ പറയുന്ന ചിദംബരമായിരുന്നു. ഇതിനുശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വാജ്പേയി സർക്കാർ വന്നു. അതോടുകൂടിയാണ് ഈ തീവ്രവാദ ഭീകരവാദ പ്രവർത്തകരെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ അമിത്ഷായുടെ ആഭ്യന്തരമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഭീകരവാദികളെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്നതിന് ഒരു പരിധിവരെ സഹായകമായി. ഇപ്പോൾ ഉണ്ടായത് ഒരു വീഴ്ച തന്നെയാണെന്ന് നമ്മൾ അംഗീകരിച്ചാലും 2900 കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത് വലിയൊരു ആക്രമണത്തിൽ നിന്ന് തടയാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നേട്ടമാണ്. അപ്പോൾ ഈ പറയുന്ന ശിവരാജ് പാട്ടീൽ രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായുടെ രാജിക്കായിട്ട് മുറവിളി കൂട്ടുന്നവർ ചില കാര്യങ്ങൾ ആലോചിക്കണം. കാരണം ശിവരാജ് പാട്ടീലിനെ ആ മന്ത്രിസഭയിൽ നിലനിർത്താൻ പോലും പല മന്ത്രിമാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കും താല്പര്യമില്ലാതെ വന്നു. അന്ന് പുറത്തുനിന്ന് പിന്തുണച്ച CPM അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇയാളോട് താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല ആഭ്യന്തരമന്ത്രി പദം എന്ന് പറയുന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഒരുപക്ഷെ ശിവരാജ് പാട്ടീലിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാൻ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ മുംബൈ സ്ഫോടനം വരുന്നത്. അങ്ങനെ ഈ ശിവരാജ് പാട്ടീൽ രാജിവെച്ചു. പക്ഷേ അതൊരു കീഴ്വഴക്കം എന്ന നിലയിൽ അമിത്ഷാ ഇപ്പോൾ രാജിവെക്കണമെന്ന് പറയുന്നവരുടെ ഉദ്ദേശം എന്താ? ഇന്ത്യ തീവ്രവാദ നിലപാടുകൾക്കെതിരെ ഭീകരവാദ നിലപാടുകൾക്കെതിരെ കർശനമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അമിത്ഷായുടെയും മോദിയുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നു. ഇത് രാജ്യത്തെ ജനങ്ങളുടെ വലിയ പിന്തുണ നേടിയെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ നമ്മൾ നടത്തിയ തിരിച്ചടി, അല്ലെ 10-15 ദിവസം കൊണ്ട് നമ്മൾ നടത്തിയ തിരിച്ചടി, അത് പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ ഡൽഹിയിൽ നടന്ന ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകും. അത് പാകിസ്ഥാന് നേരെയാണോ, ബംഗ്ലാദേശിന് നേരെയാണോ, തുർക്കിക്ക് നേരെയാണോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണണം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നത് രാജ്യത്തിൻ്റെ ശക്തിക്ക് സുരക്ഷയ്ക്കൊക്കെ കൂടുതൽ ഉറപ്പ് നൽകുന്ന ഭരണകൂടമാണെന്ന പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊഴിവാക്കാൻ വേണ്ടിയാണ് തൃണമൂലുകാർ,
കോൺഗ്രസ്സുകാർ ചില കപട ബുദ്ധിജീവികളൊക്കെ തന്നെ വന്നേച്ച് അമിത്ഷാ രാജിവെക്കണം, ഇതുപോലെ കഴിവുകെട്ട ഒരു ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വ്യാജ നരേറ്റീവ് സൃഷ്ടിക്കാൻ ഉള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും അമിത്ഷാ രാജിവെക്കും എന്ന തരത്തിൽ ചില പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുടനെ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ തീവ്രവാദ ഭീകരവാദ നിലപാടുകൾക്കെതിരെ കർശനമായ നിലപാട് NDA സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ തിരിച്ചടി എപ്പോൾ ഉണ്ടാകും, അധികം വൈകില്ല എന്നത് മാത്രമാണ് പറയുന്നത്. നമ്മുടെ കരസേനാ മേധാവി അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ തന്ത്രവുമായിട്ട് ഇന്ത്യക്കെതിരെ വരേണ്ട ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന്. ഇത് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട്, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിലപാട്. അപ്പോൾ അമിത്ഷാ രാജിവെക്കും എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ അത് വിലപ്പോകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.